മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുണ്ടോന്നാണ് ചോദ്യം. അതിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഉച്ചരിക്കുവാനും അത് സ്വന്തമായി വിശദീകരിക്കുവാനും മറുപടി ചെയ്യുന്നുണ്ട്. ആ വിശദീകരണത്തെ അതുപോലെ തന്നെ കണ്ടിക്കാവുന്നത് ഇന്നമാ വലിയക്കുമുള്ളാഹു റസൂലുഹു വല്ലദീന ആമനൂ എന്ന ആയത്തിൽ വലിയ എന്ന പദത്തിന്റെ അർത്ഥം സഹായി ആചരിക്കാൻ അങ്ങനെയാണ് പ്രയോഗം പറഞ്ഞതാണ്. അപ്പൊ അള്ളാഹു സഹായിയാണെന്ന് അതിൽ പറഞ്ഞു, അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാം. രണ്ടാമത് പറയുന്നത് പ്രവാചക സഹായിയാണ് എന്നാണ്, അതുകൊണ്ട് പ്രവാചകർക്ക് സഹായം തേടാം. മൂന്നാമത് പറയുന്നത് സത്യവിശ്വാസികൾ സഹായികളാണ് എന്നാണ്, അതുകൊണ്ട് അവരോടും സഹായം തേടാം. നിങ്ങളുടെ വാദത്തിന് വേണ്ടി സംബന്ധിച്ചോട് ബാക്കി പറയാം. അവിടെ അള്ളാഹുവോട് ഏതു തരത്തിലും സഹായം തേടാമെന്നും റസൂലിനോടും മറ്റുള്ള മൂലികളോടും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് സഹായം തേടേണ്ടതെന്നും ആ ആയത്തിലൊക്കെ പറഞ്ഞു. നമുക്ക് മനസ്സിലായില്ല. ആ ആയത്ത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് അത് അറിയേണ്ടതുണ്ട്. ഇന്നമാ വലിയക്കുമുള്ള അള്ളാഹു നിങ്ങളുടെ വലിയാണ്, റസൂലും അവന്റെ പ്രവാചകൻ നിങ്ങളുടെ വലിയാണ്, സത്യവിശ്വാസികൾ നിങ്ങളുടെ വലിയാണ്. ഈ വലിയ എന്ന പദത്തിന് സഹായി എന്ന അർത്ഥം കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിനോട് സഹായം തരുന്നത് പോലെ മഹാത്മാക്കളോടും സഹായം തേടാമെന്ന് തെളിവായി ധരിച്ചതെങ്കിൽ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലെ തന്നെ മഹാത്മാക്കളോട് സഹായം തേടാൻ പാടില്ലാൻ വരേണ്ട എന്താ ന്യായമുള്ളത്? ഇവിടെ പറഞ്ഞല്ലോ അള്ളാഹുവോട് എങ്ങനെയും സഹായം തരാം, പക്ഷെ മഹാത്മാക്കളാകുമ്പോ ദൈവമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കുന്നത് പ്രശ്നമല്ല എന്നാണ് അതിനുള്ളത്. ഇത് രണ്ടിങ്ങനെ മാറിയൊന്നു. ആ വലിയ പദത്തിന് അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ സ്വയം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ തന്നെ സഹായം തരാമെന്നും, അത് പ്രവാചകനുമായും അതുപോലെ സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ടപ്പോ സ്വയം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലല്ല, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന അർത്ഥത്തിലാണ് എന്നും ആ ആയത്തിന് എവിടെയാണ് പറഞ്ഞത് മനസ്സിലായില്ല. ഒന്ന്. രണ്ടാമത്തത് ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? സൂറത്തുമായതിലെ 55-ാമത്തെ ആയത്തിന് മുമ്പത്തെ ആയത്തുകളുണ്ട്. ആ ആയത്തും ഇതും തമ്മിൽ കൂട്ടി വായിക്കണം. ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ദുഹും ഔലിയാ ബഅദ് വമൻ യതവല്ലഹു മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂതവിശ്വാസികളെ പരസ്പരം ഔലിയാക്കളായി സ്വീകരിക്കരുത്. നിങ്ങൾ പരസ്പരം ഔലിയാക്കളായി സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങൾ അവരിൽപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടായിട്ടുണ്ട്. ഇത് ജൂതവിശ്വാസികളുമായി അങ്ങേയറ്റത്തെ മമതയും സ്നേഹവും ബന്ധവും മൈത്രിയും പുലർന്നതിനെ കുറിച്ചാണ് എന്ന് ഇവർ തന്നെ അംഗീകരിക്കുന്ന തത്വങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജൂതവിശ്വാസികളോട് പരിധിക്കൊപ്പമുള്ള ബന്ധങ്ങൾ മൈത്രി ഉണ്ടാവാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഈ ആയത്തിലുള്ളത്. അപ്പോ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ആ ഒരു ബന്ധം പാടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് സത്യവിശ്വാസർക്ക് ആരുമായെല്ലാം ഏതെല്ലാം തരത്തിൽ ബന്ധം സ്ഥാപിക്കാറുണ്ട് എന്ന് പറയുകയാണ് തൊട്ടുപറ പറഞ്ഞത്. അവിടെയാണ് ഇന്നമാ വലിയക്കുമുള്ളാഹു റസൂലുഹു വല്ലദീന ആമനൂ എന്ന് പറയുന്ന ആയത്തുള്ളത്. അഥവാ ജൂതവിശ്വാസികളോടും നിങ്ങൾ അങ്ങേയറ്റത്തെ മൈത്രി പുലർത്തുവാൻ പാടില്ല എന്ന് പറയുന്ന ആയത്തിന് പറയേ നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കേണ്ടത്, നിങ്ങൾക്ക് ബന്ധമായി കാണേണ്ടത് അള്ളാഹുവിനെയും മറ്റേ പ്രവാചകരെയും സത്യവിശ്വാസികളെയുമാണ് എന്നാണ് പ്രയോഗം. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ മരിച്ചുപോയവർ പെടുമെന്ന് പറഞ്ഞാലും ജീവിച്ചിരിക്കുന്നവർ പെടുമെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവുമില്ല. മാത്രമല്ല ഈ ആയത്ത് ഓടിക്കൊടുത്ത പ്രവാചകത്തെല്ലാം ജീവിതത്തിലെ അതിഭയാനകമായ പരീക്ഷാഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനപ്പുറം ഏതെങ്കിലും ഒരു പ്രവാചകരോട് സഹായം ചെയ്ത ഒരു തെളിവ് പോലും ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല, കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആയത്ത് പ്രാവർത്തികമാക്കി നോക്കുന്ന പ്രവാചകത്തിന് വേണ്ടിയാണല്ലോ. ആ പ്രവാചകത്തിന് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ മരിച്ചുപോയിരിക്കാം ഏതെങ്കിലും ഒരു പ്രവാചകരോട് പറയുന്ന സന്ദർഭത്തിലോ ഉപദേശത്തിന്റെ സന്ദർഭത്തിലോ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ മരിപ്പോയ ഒരു പ്രവാചകനോട് സഹായം ചെയ്ത് കഴിക്കുന്ന ഒരു തെളിവും മറുവശം ഉദ്ധരിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ആളുകളെ കബളിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണം നൽകിക്കുന്ന സമയം വർദ്ധിക്കുന്നുണ്ട്. ഒരു ഹദീസ് കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലല്ലോ ഒരു ഹദീസ് കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഹദീസല്ല ഒരു അപരാധം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾക്ക് മഴ ലഭിക്കാതെ പ്രയാസപ്പെട്ടപ്പോൾ ഏതോ ഒരു മനുഷ്യൻ റസൂലയുടെ കബറിൽ പോയി ഇസ്ലാമിന്റെ ഉമ്മത്തിന്റെ റസൂല അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി തരണമെന്ന് ആവശ്യപ്പെട്ടു വന്നു. അങ്ങനെ മഴ ലഭിച്ചു വന്നു. അദ്ദേഹം അവിടെ കിടന്ന് സ്വപ്നം കണ്ടുവന്നു. ആ സ്വപ്നം ഏതും ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു വന്നൊക്കെയാണ് വിഷയം. ഞാൻ സൂചിപ്പിക്കുന്നത് ആരാണ് വ്യക്തി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ
വാക്കുകൾ മൗനാനുവാദങ്ങൾ ഇസ്ലാമിൽ തെളിവാണ്. എന്നാൽ ആരെന്ന് പോലും അറിയപ്പെടാത്ത ഒരു മനുഷ്യന്റെ പ്രവർത്തനം ഇസ്ലാമിൽ തെളിവാകും. നമുക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ആ തെളിവ് ഉച്ചരിപ്പോൾ തന്നെ ഈ അന്ന് മഴയില്ലാതെ പോയപ്പോ ഉമർ റളിയല്ലാഹു എന്താണ് ചെയ്തത് എന്ന് ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഉമർ റളിയല്ലാഹു മഴയില്ലാതെ പോയപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ നിയോഗിക്കുകയായിരുന്നു. പ്രവാചക തിരുമേനിയുടെയും അതുപോലെ മാതൃകയോ മഴ ലഭിക്കാതെ പോകുമ്പോ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നല്ലാതെ ആരുടെയെങ്കിലും കബറിൽ പോയി മഴയ്ക്ക് തേടിയിട്ടില്ല. ഇവർ തേടിയെന്ന് അറിയപ്പെടുന്നത് കേവലം ഏതോ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യൻ ആരെന്ന് പോലും വ്യക്തമല്ല. അത് മധ്യസ്ഥനാണ് അധ്യക്ഷനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ പിന്നെ മൗലവി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ തുടങ്ങിയാൽ ചോദ്യവും ഉത്തരവും ഞങ്ങൾ തന്നെ നിർവഹിക്കുന്ന അവസ്ഥ വരും. അത് നമ്മുടെ ചർച്ചയ്ക്ക് സുഖകരമായിരിക്കില്ല. അത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുണ്ടോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഒന്നാം നമ്പറായി ഞാൻ പറഞ്ഞുള്ള ഉത്തരം ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ. അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, അള്ളാഹുവിന്റെ റസൂല് സഹായിയാണ്, സത്യവിശ്വാസികൾ സഹായികളാണ് എന്ന് പറഞ്ഞപ്പോ വാദത്തിന് വേണ്ടി ആ അർത്ഥം സമ്മതിച്ചുകൊണ്ട് പറയട്ടെ എന്നാണ് മൗലവി സാഹിബ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ മുജാഹിദുകൾ അംഗീകരിക്കുന്നവരുടെ മുഖപത്രമാണ് അൽമനാർ മാസിക. അൽമനാർ മാസികയിൽ ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു 1986 ജൂലൈ ലക്കം പേജ് 47 ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ വാക്യത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങളുടെ സഹായിയും സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും വിശ്വാസികളുമാകുന്നു. തീർച്ചയായും നിങ്ങളുടെ സഹായിയും നിങ്ങളുടെ സംരക്ഷകനും അല്ലാഹുവും അവന്റെ ദൂതനും മാത്രമാകുന്നു. ഇത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അർത്ഥമാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അർത്ഥവും അത് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു നിഷ്പക്ഷമതിക്കും മനസ്സിലാക്കാവുന്നതാണ് അല്ലാഹുവിനോട് സഹായം ചോദിക്കാം. അല്ലാഹു നിങ്ങളുടെ സഹായിയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കാം. റസൂൽ നിങ്ങളുടെ സഹായിയാണെന്ന് പറയുമ്പോൾ റസൂലിനോട് സഹായം ചോദിക്കാം. ഔലിയാക്കൾ നിങ്ങളുടെ സഹായികളാണെന്ന് പറയുമ്പോൾ അവരോട് സഹായം ചോദിക്കാം. അപ്പോൾ പിന്നെ ഒരു വലിയ ചോദ്യം, എന്താണ് ചോദ്യം? അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലും അല്ലാഹുവിന്റെ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് മറ്റൊരു രൂപത്തിലും ആണ് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൽ നിന്നും തൗഹീദും ചീർക്കുമ്പോഴത്തെ മുസ്ലിമീങ്ങൾക്ക് അതിന് ഈ ആയത്തിൽ തന്നെ തെളിവ് വേണം എന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. നബിയെ തങ്ങൾ പറയുക അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു ഏകനാണെന്ന് പറയുമ്പോൾ നിങ്ങളെ പോലെ ഏകന്മാരല്ലേ? നിങ്ങളേകനാണ്. പക്ഷെ ആ സംശയം ഖുർആൻ ദൂരീകരിക്കുന്നു. എങ്ങനെ? അല്ലാഹു സമദ്, അല്ലാഹു സ്വയം പര്യാപ്തതയുള്ളവനാണ്. അപ്പോൾ സ്വയം പര്യാപ്തതയുള്ളവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് നടത്തുന്ന ഏത് പ്രാർത്ഥനയും, അത് സുജൂദാണെങ്കിലും റുക്കൂആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും മറ്റെന്തൊക്കെ വണക്കങ്ങളാണെങ്കിലും ആ വണക്കങ്ങളൊക്കെയും അള്ളാഹുവിനോട് നടത്തുന്നത് സ്വയം പര്യാപ്തത വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ മാത്രമേ അള്ളാഹുവിനോട് നടത്താവൂ. എന്നാൽ അള്ളാഹു സ്വയം പര്യാപ്തമാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും സ്വയം പര്യാപ്തതയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്കും സ്വയം പര്യാപ്തതയില്ല. വിശദീകരണമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു സ്വയം പര്യാപ്തനാണ് എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തത ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കാവൂ, അള്ളാഹുവിൽ മാത്രമേ പറയാവൂ. സ്വയം പര്യാപ്തത മറ്റൊരു സൃഷ്ടിയിൽ ആരോപിക്കാൻ പാടില്ല. അപ്പൊ ആയത്തിന്റെ അർത്ഥം വ്യക്തമായി. ഇന്നമാവലിയുക്കുമുള്ള സ്വയം പര്യാപ്തനായ നിങ്ങളുടെ സഹായി അള്ളാഹു മാത്രമാണ്. സ്വയം പര്യാപ്തതയില്ലാതെ റസൂലും സഹായിക്കും, ഔലിയാക്കളും സഹായിക്കും. അതെങ്ങനെയാണ് വേർതിരിയാനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസം അവൻ സ്വയം പര്യാപ്തനാണ് എന്നാണ്. എന്നാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയെ കുറിച്ചും സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചൂടാ. അള്ളാഹു സമീഅ്, കേൾക്കുന്നവനാണ്. നിങ്ങൾക്ക് എന്താ കേൾവിയില്ലേ? നിങ്ങളുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിൽ വേർതിരിയുന്നത് എങ്ങനെയാണ്? അള്ളാഹു സ്വയം പര്യാപ്തമായ കേൾവിയുള്ളവനാണ്, നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയില്ല. നിങ്ങൾ കാണുന്നു, അള്ളാഹു കാണുന്നു. നിങ്ങളുടെ കാഴ്ചയും അള്ളാഹുവിന്റെ കാഴ്ചയും എങ്ങനെയാണ് വേർതിരിയുന്നത്? നിങ്ങൾ സ്വയം പര്യാപ്തതയുള്ള കാഴ്ചക്കാരനല്ല, നിങ്ങളുടെ കാഴ്ച അള്ളാഹു വരുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ
സ്വയം പര്യാപ്തമാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലും സ്വയം പര്യാപ്തത എന്നത് അള്ളാഹുവിന്റെ മാത്രം കുത്തകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നടത്തപ്പെടുന്ന ഏതൊരു വണക്കവും ഏതൊരു വിനയവും അത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായിരിക്കണം. അതേസമയത്ത് സ്വയം പര്യാപ്തത എന്ന് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഈ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹു താൻ സ്വയം പര്യാപ്തതയോടെ അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ. അവർക്ക് അള്ളാഹു സഹായിയാണ്, അവരോട് സഹായം ചോദിക്കാം. അതേസമയത്ത് മറ്റുള്ളവരെ കുറിച്ചും അള്ളാഹു സഹായി എന്ന് പറയുന്നു അല്ലെ. ഇന്നമാവരെയൊക്കെ അള്ളാഹു റസൂലുഹു എന്നിടത്ത് റസൂലും സഹായി എന്ന് പറയുന്നു. അതിനർത്ഥം എന്താണ് അർത്ഥം? സ്വയം പര്യാപ്തമല്ലാത്ത രൂപത്തിൽ റസൂൽ സഹായിക്കണം. ഇതാണ് ഈ അതിന്റെ വിശദീകരണവുമായി പറയാനുള്ളത്. പിന്നെ ആയത്തിനെ പറഞ്ഞു എന്ത് യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. അവസാനം അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ സ്വയം പരിധി വിട്ടുകൊണ്ടുള്ള സഹായാർത്ഥന, പരിധി വിട്ടുകൊണ്ട് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടൊക്കെയുള്ള സഹായാർത്ഥന നടത്തിയപ്പോൾ അതിനൊരു പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ആഴ്ചയോടെ പറഞ്ഞത്. അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്, റസൂലിനോടാണ് സഹായം ചോദിക്കേണ്ടത്, ഔലിയാവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. അതിൽ പിന്നെ മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവര് എന്നൊന്നുമില്ല, മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവർ എന്നൊന്നുമില്ല.